നമസ്കാരം. ഞാൻ ഷൈൻ പണിക്കർ. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് വരുന്ന ഇന്നത്തെ തർക്കങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ജനന സമയം. അപ്പൊ ജനന സമയം നിർണ്ണയിക്കുന്നതിനുള്ള കുറച്ച് വഴികൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ തല പുറത്ത് കാണുന്ന സമയം, ഭൂമിയിൽ വെക്കുന്ന സമയം, പിന്നെ കുട്ടി ആദ്യമേ കരയുന്ന സമയം, അങ്ങനെ പല സമയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ജനന സമയം രേഖപ്പെടുത്താറുണ്ടെങ്കിലും ഈ ജനന സമയം കൃത്യമായിട്ട് കൊണ്ടുവരുന്ന ആൾക്കാർക്കും ഇതിൽ പരാതി പറയുന്നുണ്ട്. കാരണം എൻ്റെ ജനന സമയം കൃത്യമാണ്, സെക്കൻഡ് സഹിതം കൊണ്ടുവന്നിട്ട് എൻ്റെ ജാതകവും ജീവിതമായിട്ട് ബന്ധമില്ല, എനിക്ക് പറഞ്ഞ സമയങ്ങളിൽ എൻ്റെ വിവാഹം നടന്നിട്ടില്ല, പല കാര്യങ്ങളും ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് പറയുന്നു. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 സമയവിധങ്ങളാണുള്ളത്. 3 സമയവിധങ്ങളിൽ നിന്ന് ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന 3 കാര്യങ്ങൾ. അതിൽ ഒന്ന് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്ന IST, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഈ സമയമാണ് മിക്കവാറും ആൾക്കാർ കൊണ്ടുവരാറുള്ളത്. 11:31 AM ഇതായിരിക്കും പറഞ്ഞു തരുന്നത്. രണ്ടാമത് വേറൊരു സമയമുണ്ട്, പ്രാദേശിക സമയം. ആ ഒരു ഏരിയയിലുള്ള ഒരു പ്രാദേശിക സമയം എന്ന് പറയും, ലോക്കൽ ടൈം എന്ന് പറയുന്നത്. മൂന്നാമത് വരുന്നൊരു സമയമാണ് സൈഡീരിയൽ ടൈം എന്ന് പറയും. അതാണ് നക്ഷത്രാധിഷ്ഠിത സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അനുസരിച്ചായിരിക്കും നമ്മൾ നോക്കുന്നത്. ഇവർ പറയുന്ന ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിനെ ശരിക്കും ഈ ജ്യോതിഷൻ സൈഡീരിയൽ ടൈമിലാക്കി നോക്കണം. ആ ജോലി ശരിക്കും ജ്യോതിഷനുള്ളതാണ്. അതിനാണ് കണക്കൂട്ടലുകൾ വേണ്ടുന്നത്. ഇപ്പം കുറേ പേരെ ഒരു ദിവസം തന്നെ നോക്കി വിടുന്ന ആൾക്കാർക്ക് അത് പറ്റണമെന്നില്ല. അപ്പോൾ ഒരാളിന് വേണ്ടി കുറച്ച് സമയം എടുത്ത് നോക്കുന്ന ജ്യോതിഷന് ഇതിന് കൃത്യമായിട്ടും സൈഡീരിയൽ ടൈം എന്ന് കണക്കാക്കാം. നക്ഷത്ര അധിഷ്ഠിത സമയം എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇപ്പൊ സൂര്യ അധിഷ്ഠിത സമയമാണ് നമ്മൾ ഈ നോർമലി പറയുന്നത്. ഇപ്പൊ ഈ സൂര്യ അധിഷ്ഠിത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ ഈ സമയം ഉച്ചയ്ക്ക് ഇവിടെ ജനിച്ചൊരു കുട്ടി ഭൂമിയുടെ മറ്റേ ഭാഗത്ത് ശരിക്കും അത് അർദ്ധരാത്രിയാണ് അല്ലെ. അതിന്റെ മുകളിലാണെങ്കിൽ സന്ധ്യാസമയമായിരിക്കും. താഴെ ജനിക്കുന്ന അതായത് ഭൂമിയുടെ ആ 2 ധ്രുവങ്ങളിലാണെങ്കിൽ സന്ധ്യാസമയം, അല്ലെങ്കിൽ ഒരു ഇരുട്ടുള്ള ഒരു സമയം. അപ്പോൾ ഒരേ സമയം തന്നെ ജനിക്കുകയും ചെയ്യുന്നു. അത് ഒരു കുട്ടി നട്ടുച്ചയ്ക്ക് ജനിച്ചതായിട്ടും പറയും, മറ്റേ കുട്ടി നട്ടപ്പാതിരാക്കി ജനിച്ചതായിട്ടും പറയും, മറ്റൊരു 2 പേര് സന്ധ്യാസമയങ്ങളിൽ ജനിച്ചതായിട്ടും പറയുന്നു. ഈ സൂര്യനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇത് പറയുന്ന സമയങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു തെറ്റ് ഇതാണ്. യഥാർത്ഥത്തിൽ അവർ ജനിച്ചിരിക്കുന്നത് ഒരേപോലെയാണ്. ഇപ്പൊ അമേരിക്കയിൽ നിൽക്കുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞ് ഇന്ന സമയത്ത് ജനിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സമയത്ത് രാത്രിയിലായിരിക്കും. അപ്പൊ സൂര്യനെ ആയിട്ട് കമ്പയർ ചെയ്യുന്നതിനേക്കാൾ നക്ഷത്ര അധിഷ്ഠിത സമയം അതിൽ വരുന്നൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇന്ന് സൂര്യനെ കാണുന്നു, ഒരു ദിവസം എന്ന് പറയുന്നത് ശരിക്കും എത്രയാണ്? നമ്മൾ 24 മണിക്കൂർ എന്ന് പറയുന്നെങ്കിലും 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡേ ഉള്ളൂ. അപ്പൊ അതിലൊരു 3 മിനിറ്റ് 56 സെക്കൻഡിന്റെ കുറവ് വരുന്നുണ്ട്. ഈ കുറവ് നമ്മൾ ഇങ്ങനെ കണക്കാക്കാതെയാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് പിന്നെ അതിവർഷമായിട്ട് 366 പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഗണിതപരമായിട്ട് അങ്ങനെ പറയുന്നതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇപ്പൊ നമ്മൾ ഇന്ന് സൂര്യനെ കാണുന്ന ഒരു പോയിന്റ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്ന് വിചാരിക്കും. നാളെ അവിടെ സൂര്യനെ കാണുന്നത് കൃത്യമായും 3 മിനിറ്റും 56 സെക്കൻഡ് മുന്നേ ആയിരിക്കും. അപ്പൊ ഈ ഒരു വ്യത്യാസം കൃത്യമായിട്ടും സൂര്യനുമായി ബന്ധപ്പെടുമ്പോഴത്തേക്കും വരുന്നുണ്ട്. പക്ഷെ നക്ഷത്രത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കൃത്യം 24 മണിക്കൂർ ആകുമ്പോഴത്തേക്കും ആ നക്ഷത്രം നമ്മൾ എവിടെയാണോ പോയിന്റ് ചെയ്ത് വെച്ചിരുന്നത് ആ നക്ഷത്രം കറക്റ്റ് 24 മണിക്കൂർ ആകുമ്പോൾ അവിടെ. അപ്പൊ നക്ഷത്രങ്ങളല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനമാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സൂര്യന്റെ ചലനത്തിൽ സ്ഥാനമാറ്റം വരുന്നു എന്ന്, അതായത് ഭൂമിയുടെ ചലനവുമായി കണക്ട് ചെയ്യുമ്പോഴത്തേക്കും സൂര്യന്റെയാണ് മാറ്റം വരുന്നതെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നക്ഷത്ര അധിഷ്ഠിതമായ സൈഡീരിയൽ ടൈം എടുക്കുമ്പോഴത്തേക്കും അതിനെ ഭാവസ്ഫുടം, അതാണ് ഏറ്റവും കൃത്യമായ ജ്യോതിഷ നിർണ്ണയം. 1 മിനിറ്റ് പോലും മാറ്റം വരാത്ത രീതിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഭാവസ്ഫുടം. അപ്പം നമ്മൾ ഈ പറയുന്ന IST ടൈമിനെ സൈഡീരിയൽ ടൈമായിട്ട് മാറ്റി വേണം ജ്യോതിഷം കണക്കാക്കേണ്ടത്. അതിനെ ഭാവസ്ഫുടമായിട്ട് പറയാം. അപ്പൊ ഭാവസ്ഫുടം അനുസരിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് മീനലഗ്നത്തിൽ ജനിച്ച ഒരാളാണെന്ന് വിചാരിക്കുക. മീനലഗ്നത്തിന്റെ 12-ാം ഡിഗ്രി മുതലാണ് ലഗ്നഭാവം, അതായത് ലഗ്നം തുടങ്ങുന്നതെങ്കിൽ അത് ഏകദേശം ഒരു മേടത്തിന്റെ 9-ാം ഡിഗ്രി വരെ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ നമ്മൾ ഗ്രഹനിലയിൽ നോക്കുമ്പോഴത്തേക്കും ലഗ്നം മീനലഗ്നമാണ്. അപ്പൊ 2-ാം ഭാവം മേടവുമാണ്. പക്ഷെ മേടത്തിന്റെ 9-ാമത്തെ ഡിഗ്രി വരെ ലഗ്നത്തിന് ഭാവസ്ഫുടമുണ്ടെന്ന് കണക്കാക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, മേടത്തിൽ നിൽക്കുന്നതാണെങ്കിൽ പോലും അതിന് ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിന്റെ ബലവും കൂടി അതിന് കിട്ടുകയാണ്. ഇത് ആരും കണക്കാക്കാറില്ല. 2-ൽ അത് നിൽക്കുന്നു, അല്ലെങ്കിൽ 2-ൽ ചൊവ്വ നിൽക്കുന്നു. പക്ഷെ ശരിക്കും അത് ലഗ്നാൽ അല്ലെങ്കിൽ ശുക്രനാണ് ഈ 2-ൽ നിൽക്കുന്നതെങ്കിൽ നമ്മൾ ഗ്രഹനില പ്രകാരം 2-ലാണ് കാണുന്നതെങ്കിലും ഭാവസ്ഫുടമെടുക്കുമ്പോൾ മേടത്തിൽ നിൽക്കുന്ന ഗ്രഹവും ലഗ്നത്തിലായിട്ട് തന്നെ വരാറ്. അപ്പൊ ലഗ്നത്തിന്റെ ബലമാണ് അതിന് കിട്ടുന്നത്. അപ്പൊ ഭാവസ്ഫുടമാണ് ഏറ്റവും കൃത്യമായിട്ട് കണക്കാക്കേണ്ട ഒരു കാര്യം. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ കന്നി ലഗ്നക്കാർക്ക് അവസാന ഘട്ടത്തിലാണ് ലഗ്നം വന്ന് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ തുലാം ലഗ്നത്തിലേക്കും കൂടി അവരുടെ ലഗ്നത്തിന് മാറ്റം വരും. അപ്പൊ ലഗ്നാധിപൻ ആരെന്നുള്ള ചോദ്യത്തിന് ബുധനാണോ ശുക്രനാണോ എന്ന് ആദ്യം കണ്ടുപിടിക്കേണ്ടിയിരിക്കും. അപ്പൊ ഇത്രയും കൃത്യതയാണെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് വേണ്ടുന്ന ഒരു രത്നം പോലും പറയാൻ പാടുള്ളൂ. അത്രയും ഭാവസ്ഫുടം കൂടി കണക്കാക്കി മാത്രമേ നമ്മൾ ഈ രത്നം ധരിക്കേണ്ട വിധം പോലും പറയാൻ പാടുള്ളൂ. അപ്പൊ ഇത് കണക്കാക്കാതെയാണ് പലരും, അതായത് ഇപ്പം ഒരു ഗ്രഹനില കാണും, ആ ഗ്രഹനില നോക്കി അങ്ങനെയാണ് അവരെന്ന് പറയുന്നതിന് മുന്നേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അതവർ
ജനിക്കുന്ന സമയത്തുള്ളതാണ്. രാശികൾ ഏകദേശം സ്ഥിരമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. പക്ഷേ ആ ഗ്രഹങ്ങൾ ചരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതായത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതിന് പല മാറ്റങ്ങളും ഉണ്ടാകും. ഈ മാറ്റങ്ങളും കൂടി നമ്മൾ കണക്കാക്കി മാത്രമേ ഫലം പറയാൻ പാടുള്ളൂ. ഭാരതീയ ജ്യോതിഷത്തിൽ പറയുന്ന പോലെ നമ്മൾ രാശിക്ക് പ്രാധാന്യം കൊടുത്തായിരിക്കും നമ്മൾ കൂടുതലും ജ്യോതിഷം നോക്കും. ഈ രാശിക്ക് പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും ഭാവത്തിന് പ്രാധാന്യം കൊടുത്ത്, അതായത് ഭാവസ്ഫുടത്തിന് പ്രാധാന്യം കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി അക്യുറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അതിന്റെ ഒരു കാരണം, ഇപ്പം ഇംഗ്ലീഷിൽ രാശിക്ക് അവർ സൈൻ എന്ന് പറയും, ഈ ഭാവത്തിന് അവർ ഹൗസ് എന്നും പറയും. അപ്പൊ ഹൗസ് ഇത്രാമത്തെ ഹൗസിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇത്രാമത്തെ രാശിയിൽ നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്രാമത്തെ ഹൗസ്, അതായത് ആ ഭാവം ആ ഹൗസിൽ നിൽക്കും. ഇപ്പൊ 7th ഹൗസിൽ നിൽക്കുമ്പോൾ ഗ്രഹനിലയിൽ 6ലായിരിക്കും നിൽക്കുന്നത്, പക്ഷെ ഭാവാൽ അത് 7th ഹൗസിലേക്കായിരിക്കും നിൽക്കുന്നത്. അപ്പൊ 7th ഹൗസിന്റെ ഫലമായിരിക്കണം പറയേണ്ടത്, അതായത് ഭാര്യാസ്ഥാനം. 6ാമത്തെ രാശി നോക്കിയാണ് നമ്മൾ ഫലം പറയുന്നതെങ്കിൽ അത് ശത്രുസ്ഥാനമായിരിക്കും പറയേണ്ടത്. അപ്പൊ ഇത്രയും വ്യത്യാസം ആ ഭാവസ്ഫുടത്തിലുണ്ട്. അപ്പൊ സ്ഫുടം കണ്ടുപിടിക്കുന്നതിൽ തന്നെ ഇങ്ങനെയുണ്ട്. ഇപ്പൊ ഗ്രീനിച്ച് രേഖ അടിസ്ഥാനമാക്കിയാണ് പറയുന്നതെങ്കിൽ, ഇപ്പൊ കിഴക്കോട്ടുള്ള ഗ്രീനിച്ച് രേഖയിൽ നിന്ന് നമ്മൾ കിഴക്കോട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ 1 ഡിഗ്രി ഗ്രീനിച്ചിൽ നിന്ന് അങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് 4 മിനിറ്റിന്റെ വ്യത്യാസം കുറയ്ക്കേണ്ടി വരും. പടിഞ്ഞാറോട്ടാണെങ്കിലോ കൂട്ടേണ്ടിയും വരും. അപ്പൊ ഈ വ്യത്യാസം ഒന്നും നമ്മൾ ആ രീതിയിൽ നോക്കുന്നില്ല. മേടരാശിയിൽ ജനിക്കുന്ന അല്ലെങ്കിൽ മേടലഗ്നത്തിൽ ജനിക്കുന്ന ഒരാളിന്റെ ലഗ്നഭാവം എവിടെ നിൽക്കുന്നു എന്ന് പോലും നോക്കാതെ നമ്മൾ മേടലഗ്നത്തിന്റെ ഫലം വെച്ച് ജാതകവും എഴുതി അവരുടെ കയ്യിൽ കൊടുക്കും. 5ൽ ഇന്ന ഗ്രഹം നിൽക്കുന്നു, 7 ചൊവ്വ നിൽക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ എല്ലാ ചൊവ്വകളും ചൊവ്വാദോഷമായിട്ട് വരാത്തതിന്റെ പ്രധാന കാരണം ഇതാണ്. സ്ഫുടം കണ്ടുപിടിക്കാൻ ആരും മെനക്കെടാറില്ല. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പൊ മേടരാശിയിൽ തുടങ്ങുന്നതായിട്ട് പറയുന്നുണ്ട്. ശരിക്കും ഈ സൂര്യന്റെ ചൈതന്യം വരുന്നത് ധനുരാശിയിൽ നിന്നുള്ള മൂലം നക്ഷത്രത്തിൽ തുടങ്ങി മറ്റു രാശികളിലേക്ക് വ്യാപിക്കുന്നതായിട്ടാണ് ഒരു ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. അതായത് മൂലം നക്ഷത്രത്തിലാണ്. അതുകൊണ്ടാണ് അതിന് മൂലം നക്ഷത്രം. അടിസ്ഥാനം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ മൂലം നക്ഷത്രത്തിൽ നിന്ന് നോക്കി തുടങ്ങുമ്പോഴത്തേക്കും ഏറ്റവും അവസാനം വരുന്ന നക്ഷത്രം ഏതാണ്? തൃക്കേട്ടയാണ്. കേട്ട, ജ്യേഷ്ഠ എന്ന് നമ്മൾ പറയുന്നു. അതായത് ഏറ്റവും പ്രായം കൂടിയാണ്. ഏറ്റവും അവസാനം വരുന്ന നക്ഷത്രം ഏറ്റവും പ്രായം കൂടിയാണ്. അപ്പൊ ഈ തരത്തിൽ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളുമുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടെ ക്രോഡീകരിച്ച് വേണം നമ്മൾ ഫലം പറയാനുണ്ട്. ഈ ഫലം പറയുമ്പോഴത്തേക്കും തെറ്റുന്ന കാര്യം ഇതുകൊണ്ടാണ്. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ പോലും ഈ കാൽക്കുലേഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും. പക്ഷെ അതിന്റെ പ്രയോജനം ഈ വന്നിരിക്കുന്നവർക്കുമായിരിക്കും. ഭാവിയിൽ നിങ്ങൾക്ക് ഈ ഇത്രയും എഫർട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് ആ എഫർട്ടിന്റെ ഫലം തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യും. കാരണം ഒരു ജ്യോതിഷൻ ആണെന്ന് പറയുമ്പോൾ അദ്ദേഹം നല്ലൊരു ഗണിതശാസ്ത്രത്തിൽ വിദഗ്ധനും കൂടെ ആയിരിക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഫലം പറയാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ രാശി നോക്കി നിങ്ങളുടെ ഗ്രഹനില അല്ലെങ്കിൽ ജാതകവും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധം ഉണ്ടാകണമെന്നില്ല. ഞാൻ ഈ പറയുന്ന ഈ മൈന്യൂട്ട് 1 മിനിറ്റിൽ പോലും വരുന്ന വ്യത്യാസം, അത്രയും ഡിഗ്രി അളവിൽ നിങ്ങൾ ജനിക്കുന്ന സ്ഥലത്തിന്റെ മാറ്റം, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലഗ്നത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം ചിലപ്പോൾ 12ലേക്കും മാറാം, ചിലപ്പോൾ 2ലേക്കും മാറാം. ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് കരുതി ശുക്രൻ ലഗ്നത്തിലുണ്ടല്ലോ വളരെ വലിയ ബിസിനസ്സുകാരനാകുമെന്ന് പറയുന്നതിനേക്കാൾ ചിലപ്പോൾ അതിന്റെ ഭാവാൽ 2ലേക്കാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ ചിത്രകാരനായിരിക്കും ആവും. ഇത്രയും വ്യത്യാസം ഒരാളുടെ ജാതകത്തിൽ വരും. അതുപോലെ തന്നെയാണല്ലോ ഇരട്ടകൾ ജനിക്കുമ്പോഴും അതേ വ്യത്യാസം വരും. ഇതൊന്നും കണക്കാക്കാതെയാണ് നമ്മൾ ഇന്ന് ജാതകം പലരും തയ്യാറാക്കി. പലരും എന്ന് പറഞ്ഞാൽ 99% ജാതകങ്ങളും അങ്ങനെയാണ് തയ്യാറാക്കി കൊടുത്തത്. എന്റെ മുന്നിൽ വരുമ്പോഴത്തേക്കും അറിയാം, ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ പോലും അത് ഗ്രഹനില നോക്കുമ്പോഴത്തേക്കും ആ കാണുന്ന ഒന്നും ആയിരിക്കത്തില്ല അവരുടെ ജീവിതം. അപ്പൊ ഞാൻ അവരോട് തന്നെ 2 or 3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും ആ തന്നിരിക്കുന്ന ജാതകത്തിൽ തെറ്റുണ്ട്. പിന്നെ ആ ഭാവസ്ഫുടം എടുത്തു കഴിയുമ്പോഴാണ് ശരിക്കുമുള്ള അവരുടെ ലൈഫ് ഇങ്ങനെയായിരുന്നു എന്നും അവർ നമ്മളോട് നന്ദിയും പറഞ്ഞു പോകുന്ന ഒരു കാര്യം സംഭവിക്കുന്നത്. കാരണം കൃത്യമായിട്ട് അവർ ഇതുവരെ വിചാരിച്ചിരുന്ന തരത്തിലല്ല അവരുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇത്രയും വ്യത്യാസം വരുന്നുണ്ട്. നമ്മളിപ്പോഴും 24 മണിക്കൂറാണ് ഒരു ദിവസമെന്നും അല്ലെങ്കിൽ 365 ദിവസമാണ് ഒരു വർഷമെന്നും ഉള്ള കണക്കാക്കിലാണ് നമ്മൾ പോകുന്നത്. അവിടെയും മിനിറ്റുകളുടെ വ്യത്യാസങ്ങളുണ്ട്. ആ മിനിറ്റുകളുടെ വ്യത്യാസം നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനത്തിൽ ഒരുപാട് വ്യത്യാസം വരും. അത് കൃത്യമായിട്ടും കണക്കാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിദഗ്ധരായ ഒരാളുടെ ഉപദേശം തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് നോക്കുന്നെങ്കിൽ ചിന്തിക്കാവൂ. അല്ലാതെ നിങ്ങളൊരു പെട്ടെന്നൊരു മുഹൂർത്തം എടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സാധാരണയായിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയാൽ പോലും അദ്ദേഹം കബഡി നിരത്തിയ ദൈവാധീനം നോക്കി അത് പറഞ്ഞു തരും. പക്ഷെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു വിശകലനത്തിന് നല്ല വിദഗ്ധനായ ഒരാളുടെ സേവനം തന്നെ തേടണം. ഈ പറഞ്ഞ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇതിന് താഴെ തന്നെ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. ഞാൻ ഈ കൂടുതൽ ഗണിതം ഇതിലേക്ക് കയറ്റാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ കേട്ടോണ്ടിരിക്കുന്നവർക്ക് ഗണിതം പെട്ടെന്ന് അങ്ങോട്ട് ചിലപ്പോൾ മടുപ്പ് ഫീൽ ചെയ്യും. കാരണം ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഗണിതമായിട്ട് ചെയ്യണല്ലോ. കാരണം ഒരു കാൽക്കുലേറ്ററിന് മാത്രം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഗണിതമാണ് ഇത്. 5000 വർഷങ്ങൾക്ക് മുമ്പ് അവർ എങ്ങനെ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടുതൽ ഗണിതത്തിലേക്ക് പോയത്. പക്ഷെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് തെറ്റുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് ഫലപ്രവചനങ്ങളിൽ തെറ്റുവരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും ഒരു നാളിന് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ ഈ നാളിന് ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ തൃക്കേട്ട നാളിന് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പൊതുവായ ഫലത്തിന്റെ പിറകെയാണ് കൂടുതൽ ആൾക്കാർ ഓടുന്നത്.
അത് ജ്യോതിഷത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാനേ നിങ്ങൾക്ക് സഹായകമാകും. ഒരിക്കലും നിങ്ങൾ റിയൽ ആയിട്ടുള്ള ആസ്ട്രോളജി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനേ പറ്റത്തില്ല. നന്ദി, നമസ്കാരം.